10 പൈസ കൈയെടുക്കാനിടെ ആകെ ദരിദ്രവാസം പിടിച്ച അവസ്ഥ. ശരി തന്നെ, ശമ്പളം വന്നത് പറഞ്ഞില്ല, തീർന്നത് പറഞ്ഞില്ല. നമ്മളെ കൂട്ടുകാരന്മാരെല്ലാം ദരിദ്രവാസികളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിനക്കും അങ്ങനെ തോന്നിയില്ലേ? ഞാൻ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. നീ എന്നെ ഉദ്ദേശിച്ചേ പറഞ്ഞു? ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, എന്നെ ഉദ്ദേശിച്ച് ഒരിക്കലും അല്ല പറഞ്ഞത്. പിന്നെ അല്ല, നീ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറയൂടാ സാറല്ലേ. രണ്ടു ദിവസമായി അമ്പോനെ കുറിച്ച് ഓരോ അറിവില്ല. എടേ വല്ല പെണ്ണ് കേസിലും പെട്ടെവിടെയും അടി മേടിച്ച് വരേണ്ടത് മുങ്ങി നിൽക്കായിരിക്കും. ആ കോപ്പന അടിച്ചു വന്നാലും പറഞ്ഞ വരവേണ്ട ഓർന്ന്. ഇവിടെ വരവ് കണ്ടിട്ട് എന്തോ പ്രശ്നവും കൊണ്ടുള്ള വരവാണെന്ന് തോന്നുന്നു കേട്ടാ. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നത്തിന്റെ മുമ്പിൽ നമ്മൾ രണ്ടിനും കെട്ടിയിടാനുള്ള പാടാണ്. മനസ്സിലായോ? പൊന്നിലമ്പോരണ, നിങ്ങൾ ഇവിടെ വിളിച്ചോണ്ടെടുത്തിട്ട് മണിക്കൂറൊന്നായി. സസ്പെൻസ് ഇടാതെ കാര്യം പറയണ. ഞാൻ പറയുന്ന പരിപാടി വിജയിച്ച കൈ നിറയെ പണവും. എന്റെ പൊന്നിലമ്പോതരണ, വല്ല മോഷണോ കൊലപാതകമാണെങ്കിൽ എന്നെ വിട്ടേക്കണ്ണ. ഉയരുണ്ടെങ്കിൽ ഊഞ്ഞാലടിയെങ്കിലും ഞാൻ ജീവിക്കും. അല്ലെന്നേ, ഒരു കല്യാണം മുടക്കണമെന്ന്. കല്യാണം മുടക്കാനാ? ആരെ? എന്റെ അമ്മാവന്റെ മോൻ ബബീഷിന്റെ കല്യാണം മുടക്കണം. അതിന് നമ്മളെന്തിന്? നിങ്ങളുടെ അമ്മാവന്റെ മോനാണ് ബബീഷ് എന്ന് പറഞ്ഞാൽ മാത്രം മതി പെണ്ണ് വീട്ടുകാര് ഒടിയും തട്ടിപ്പൊക്കിയോളൂ. നമ്മുടെ ആവശ്യമൊന്നുമില്ല. പറഞ്ഞകള് എന്റെ അമ്മാവന്റെ മകൻ ബബീഷിന് ഒരു പെൺകുട്ടിയായിട്ട് പ്രേമം. അത് വീട്ടുകാർക്കാണെങ്കിൽ ഇഷ്ടമില്ല. വീട്ടുകാരെന്ത് ചെയ്ത് അവന് വേറൊരു പെൺകുട്ടിയായിട്ട് കല്യാണം അങ്ങ് ഉറപ്പിച്ചു. അതിന് അവരുടെ രണ്ടൊരു പ്രേമം തന്നല്ലോ, രണ്ടും ഒളിച്ചോടാൻ പറയും. അത്രേ ഉള്ളൂ. അല്ലേ, ബബീഷിനെ കൂടി നിനക്ക് അണ്ടാത്തോണ്ടാണ്. അവനെ പോലെ സൽസ്വഭാവ ഒരു പയ്യൻ നാട്ടിൽ തന്നെ ഇല്ല. പിന്നെ അവൻ പ്രേമിച്ച പെണ്ണിനെ കെട്ടണമെങ്കിൽ അവന്റെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ അവൻ കെട്ടുകയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരണത് നമ്മൾ അവന്റെ കല്യാണം മുടക്കണമെന്നാണ്? അതെ, ഞാൻ പറയുന്ന ക്യാഷ് അവന്റെ വാങ്ങിച്ചു തരും. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ എങ്ങനെ മുടക്കും? ഒരു കാര്യം ചെയ്യാം, ഇവനൊരു മോശ സ്വഭാവമുള്ളവനാണെന്ന് പറഞ്ഞാലോ? അത് പറ്റില്ല. ഞാൻ നിന്റെ നേരത്തെ പറഞ്ഞല്ലേ, ആ നാട്ടിൽ ഇവനെ പോലെ സൽസ്വഭാവ പയ്യൻ വേറെ ആരുമില്ല. അത് ആ പെൺ വീട്ടുകാർക്ക് പോലും അറിയാം. ഓഹോ, പിന്നെന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സംഭവം ക്രിയേറ്റ് ചെയ്താലോ? ഇപ്പം പീഡനമാണല്ലോ ട്രെൻഡ്. ഇവനെ നമുക്കൊരു പീഡന വീരനാക്കിയാലോ? അയ്യോ, അതൊന്നും വേണ്ട, അവന്റെ പേര് മോശമാവില്ല. എന്തിനാ കരയും വേണം മോണെ നന്നായിരിക്കണോ? ആ നടക്കത്തില്ല. അണ്ണാ, നിങ്ങളൊരു കാര്യം ചെയ്യും, പറഞ്ഞ പൈസ റെഡിയാക്കി വെച്ചിട്ട് അവന്റെ അടുത്ത് പ്രേമിച്ച പെണ്ണിനെ കെട്ട റെഡിയായിരുന്നോളം പറയും. ബാക്കി നമ്മളേറ്റ് ചളാക്കല്ലേ, അവന്റെ ഭാവി മോശമായി പോകും. ആ പയ്യന്റെ ഭാവി നമ്മളെ അണ്ണന്മാരെ കയ്യിൽ ഭദ്രമാണ്. ശരാ ചെറുക്കന്റെ ജീവിതം വെച്ച് കളിക്കാടെ. സംഗതി കളറായില്ല, സബീഷിന്റെ കല്യാണം മുടങ്ങിയ. അതാണ് നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഏറ്റതാണ്. പറഞ്ഞ കാശ് പറഞ്ഞ സമയത്ത് തരണം. കരുത സമയമില്ല, നമുക്ക് അടുത്ത കല്യാണം മുടക്കാനുള്ളതാണ്. ഇനി കല്യാണം മാത്രമല്ല, കുടുംബം കലക്കൽ, ഏഷ്യന്, കുത്തിത്തിരിപ്പ്, ഇതിന്റെ എല്ലാത്തിന്റെ ബുക്കിംഗ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇത്രയും മനോഹരമായി കല്യാണം മുടക്കുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. അതാണ് ബബീഷ് വളരെ സന്തോഷത്തിലാണ്. കഷ്ടപ്പെട സന്തോഷമാണ് ഞങ്ങളുടെ സംതൃപ്തി. അതെ, നമ്മള് പറഞ്ഞ നുണയായിട്ട് പെണ്ണു വീട്ടുകാർ ഓടിയ ഓട്ടം കണ്ടില്ല. എന്താണ് കറിയണത്? ആനന്ദ കണ്ണീരായിരിക്കും. അല്ലടാ പട്ടികളെ, നീ എന്തോ തോന്നിയതല്ല കാണിച്ചത്. അണ്ണാ എന്താണ്, നമ്മൾ വളരെ മാന്യമായിട്ട് കല്യാണം മുടക്കി. ഇങ്ങനെയാണ് കല്യാണം മുടക്കണത്? പിന്നല്ലാതെ നടത്തറ ശാന്ത, ആറാലമൂട് അംബുജം, ഇവരെയൊക്കെ പേരും പറഞ്ഞു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാല് ഓൾഡ് ഏക്കത്തില്ല, അതാരും വിശ്വസിക്കത്തില്ല. അണ്ണാ അതുകൊണ്ട് നമ്മൾ പുതിയൊരു തറവാട്ട് പേരങ്ങ് ക്രിയേറ്റ് ചെയ്ത്, എരിശ്ശേരിക്കൽ വീട്ടിൽ അപ്പുണ്ണിയുടെ മകൾ ജമന്തി അപ്പുണ്ണിയെ ബബീഷ് എന്ന യുവാവ് പീഡിപ്പിച്ചു. സംഗതി കുളത്തിയടാ. ഇപ്പൊ അവിടെ നിന്ന് കത്തയാണ്. എടാ പൊട്ടന്മാരെ, അവിടെ എരിശ്ശേരി ഒന്നൊരു വീടുമുണ്ട്, അവിടെ അപ്പുണ്ണി ഒന്നൊരാളും ഉണ്ട്, അപ്പുണ്ണിക്ക് മകളാഴ്ച ജമന്തിയുണ്ട്. അതിനിപ്പോ കുഴപ്പമെന്തിന്? അതിനെന്ത് കുഴപ്പമെന്നാ? കല്യാണം ഉറപ്പിച്ച പെൺകുട്ടിയാണ്, അവിടെ കല്യാണവും മുടങ്ങി. ഇപ്പൊ അവരുടെ വീട്ടുകാർ ബബീഷിനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. അപ്പൊ അവരുടെ കാമുക കൊണ്ട് ഒളിച്ചോടാൻ പറ, എളുപ്പമല്ലോ. എന്തിനും ഞങ്ങളുണ്ടെന്നേ. അതിന് പറ്റൂലല്ലോ, പീഡന വീരനായ ഒരുത്തന്നെ കാമുകിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ബെസ്റ്റ്. അതിപ്പോ നമ്മളെ തെറ്റല്ലല്ലോ. ബബീഷ് ആദ്യമേ കാമുകിയെടുത്ത് വരണമായിരുന്നു. ഇനി ഒരേ ഒരു വഴിയല്ലോ, ബബീഷിനെ നാട് വിടാൻ പറ. നാട് വിടേണ്ട ഞാനടാ. പ്രശ്നം ബബീഷ് കാലുവാരി. ഇപ്പൊ നാട്ടിലും വീട്ടിലും നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാടാ എനിക്ക്.
ആണോ അങ്ങനെയെങ്കിലേ 3:10 ഒരു വണ്ടിയുണ്ട് നേരെ ഖൊരഗ്പൂർ കൂട്ടോളി. തള്ളേ വേണം. ഒറ്റയ്ക്കായിട്ട് പോകണ്ടേ.